ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഫ്ലോപ്പായൊരു റോസാപ്പൂവിൻ്റെ കഥ പറഞ്ഞാലോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ആ പിക്ചറിൽ? ആ റോസാപ്പൂ അത് ശരിക്കും റോസാപ്പൂ ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടി വരും. കാരണം എന്തൊരു ഫ്ലവറായിട്ടുണ്ട്, പക്ഷെ അതൊരു റോസ് തന്നെയാണോ എന്ന് എനിക്കും സംശയം തോന്നി സത്യത്തിൽ ചെയ്ത് വന്നപ്പോൾ. ഞാൻ വിചാരിച്ചത് അത് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിരിക്കും. കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇത് സിമ്പിളല്ലേ, നമുക്ക് നോർമലായിട്ട് പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് നമ്മൾ മുമ്പും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് സിമ്പിളാന്നുള്ള മൈൻഡിലാണ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഓരോ പെറ്റൽസും ആക്കി അത് അങ്ങോട്ട് കണക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായി, ഇത് ഞാൻ ഉദ്ദേശിച്ചതിലേക്കല്ല പോകുന്നതെന്നുള്ളത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തോ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കണ ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചൊരു ബൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് കളർഫുള്ളായിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി അതിൽ നമ്മുടെ പിക്ചറിൽ കാണുന്നുണ്ടാവും ഒരു സൺഫ്ലവർ ഉണ്ടല്ലോ, ആ സൺഫ്ലവർ പോലെ ഇപ്പം ഞാൻ റോസാണ് ഉദ്ദേശിച്ചത്, എന്നാലും വേറെ ഏതെങ്കിലും ഒരു ഫ്ലവർ അങ്ങനെ വെച്ചിട്ട് ഒരു ഒരു 4-5 ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു വലിയ ബൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏത് ഫ്ലവറാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ റോസ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 തരം പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടാണ്. ഞാൻ ഓൺലൈനായിട്ട് മീഷോന്ന് കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്നിട്ട് അത്ര അടുപ്പിച്ചായിരുന്നില്ല, അതായത് അത്ര കട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് ഞാൻ ഈ റോസ് പെറ്റൽസ് കുറച്ചുണ്ടാക്കിയതിന് ശേഷം ബാലൻസ് ഉള്ള കുറച്ച് പെറ്റൽസ് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയ സമയത്ത് കുറച്ച് കട്ടിയുള്ള അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കണ പൈപ്പ് ക്ലീനേഴ്സ് കണ്ട് കുറച്ച് കട്ടിയുള്ളത്, അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കി. അത് വെച്ചിട്ടുണ്ടാകുമ്പോൾ കുറച്ചുകൂടി രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ മറ്റേ മീഷോന്ന് മേടിച്ച പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മീഷോന്ന് മേടിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിച്ചാൽ മതി കേട്ടോ. എങ്ങനെ, അതായത് അടുപ്പിച്ചുള്ളതാണോ അത് വിട്ടുള്ള പൈപ്പ് ക്ലീനറാണോ നോക്കിയിട്ട്. കാരണം വിട്ടുള്ളതിനേക്കാളും ഭംഗി അടുപ്പിച്ചുള്ള പൈപ്പ് ക്ലീനർ വെച്ചുണ്ടാക്കുമ്പോഴാണ്. അതെനിക്കിങ്ങനെ മേടിച്ചപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. സത്യത്തിൽ നമ്മളിത് ചെയ്യണതിന് വലിയ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം നമുക്കിതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എന്തൊരു സന്തോഷം തോന്നും, അതാണ് കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾ കാണുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണ് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. എനിക്കറിയാം ഞാൻ ചെയ്യണത് ഒട്ടും ഭയങ്കര ഒരു സൂപ്പറായി വന്നു തുടങ്ങിയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. കുറച്ച് കഴിഞ്ഞ് ചെയ്ത് വരുമ്പോഴായിരിക്കും അടിപൊളിയാവുന്നുണ്ടാവുക. അപ്പം എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.